ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അന്ധവിശ്വാസങ്ങളും മതപരമായ ചേരിതിരിവുകളും കൊടികുത്തി വാണിരുന്ന സമൂഹത്തിൽ മാറ്റത്തിൻ്റെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ നാരായണ ഗുരുവിന് സാധിച്ചു. തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ 1855 നാരായണ ഗുരുവിൻ്റെ ജനനം. തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു ഗുരുവിന്. സാമൂഹിക നവോത്ഥാനത്തിനും ദുരാചാരങ്ങളുടെ നിർമ്മാർജ്ജനത്തിനുമായി 1903 ഗുരു രൂപം നൽകിയ സംഘടനയാണ് ശ്രീ നാരായണ ധർമ്മപരിപാലന യോഗം, അതായത് SNDP. അരുവിപ്പുറത്ത് 1888 അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുമരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നാകയാൽ ഏവരും മത്സര ബുദ്ധികളില്ലാത്തവരായി സാഹോദര്യത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കേണ്ടതാണ് എന്ന് ഗുരു ഉദ്ബോധിപ്പിച്ചു. ജാതിരഹിതമായ സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പോലുള്ള സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശ്രീ നാരായണ ഗുരു ശക്തമായി പ്രതികരിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം അദ്ദേഹം സമൂഹത്തിന് നൽകി. ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഏതു മനുഷ്യനും പ്രവേശനമരുളിയ ഇടങ്ങളായിരുന്നു ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് അദ്ദേഹം സമൂഹത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിനും മാനവ സാഹോദര്യത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച ശ്രീ നാരായണ ഗുരു 1928 സെപ്റ്റംബർ 20 വർക്കലയിൽ വച്ച് സമാധിയായി.